എന്തായാലും ഞാൻ പറഞ്ഞില്ല, ആര് സ്ഥാനാർത്ഥിയെ വന്നാലും സർവാത്മന സ്വാഗതം ചെയ്യും. ആര് സ്ഥാനാർത്ഥിയെ വന്നാലും പാർട്ടി നേതൃത്വവും UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ വിജയിപ്പിക്കും. സ്ഥാനാർത്ഥിയുടെ മുഖമോ വലുപ്പമോ നോക്കിയല്ല കോൺഗ്രസ് രംഗത്തിറങ്ങാൻ പോകുന്നത്. ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില സ്ഥാനാർത്ഥിയുടെ അപശബ്ദമൊക്കെ ഉണ്ടാവും. ഞാൻ ഉറപ്പ് തരുന്നു, ഇത്തവണ ഒരു അപശബ്ദം കോഴിക്കോട്ട് ഒരു കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് ഉണ്ടാവില്ല. പ്രതിഷേധം ഉണ്ടായിരുന്നു. അതെ, ഞാനൊരു കാര്യം ഉറപ്പ് തരുന്നു, ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്നും ഒരു അപശബ്ദം ഉണ്ടാവില്ല. മികച്ച സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിന് ഇത്തവണ MLA അല്ല, MLA മാർ ഉണ്ടാവും ജില്ലയിൽ നിന്ന്. 4 നൂറ്റാണ്ടിന് ശേഷം MLA ഇല്ലാത്ത വിഷമല്ല, ഇത്തവണ MLA മാരുണ്ടാവും. അല്ല, ഞാൻ മത്സരിക്കലല്ല ഇപ്പം എൻ്റെ ജോലി. എൻ്റെ ജോലി 13 ഇടങ്ങളിലും പാർട്ടി ശക്തിപ്പെടുത്തലാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണല്ലോ നിങ്ങളല്ലേ. ഇന്നലെ ക്യാമ്പ് കഴിഞ്ഞു വന്നു, ഇന്ന് ജലം നടക്കുന്നു. ഞാൻ എല്ലാ 13 ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. യുവാക്കളുണ്ടാവും, വനിതകളുണ്ടാവും. ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് യുവാക്കളോ വനിതകളോ പരിണിതപ്രജ്ഞരോ ആരും ആയിക്കോട്ടെ, ഇവിടെ പാർട്ടി തീരുമാനിക്കുന്ന, മുന്നണി തീരുമാനിക്കുന്ന 13 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനത്വമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, ഞാൻ പറഞ്ഞ കാര്യമല്ലോ. കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുണ്ടായേക്കാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ചർച്ചാ വിഷയമല്ല, അജണ്ടയല്ല. ആര് സ്ഥാനാർത്ഥിയെ വന്നാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനവുമായി ജില്ലയിലെ കോൺഗ്രസ് ഉണ്ടാവും. പുതുമുഖമായാലും പരിണിതപ്രജ്ഞരായാലും, ഇനി അതല്ല ഏതെങ്കിലും തരത്തിലുള്ള മുന്നണിയുടെ സ്ഥാനാർത്ഥികളായാലും, ഏത് സ്ഥാനാർത്ഥി വിജയത്തിനായാലും അവരെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് സജ്ജമാണ് കോഴിക്കോട്ടെ കോൺഗ്രസ്. ഞാൻ പറഞ്ഞല്ലോ, ആര് വരുന്നതിനും സ്വാഗതം. അദ്ദേഹം എന്താ പരിണിതപ്രജ്ഞ നേതാവല്ലേ, ആര് വന്നാലും സ്വാഗതം ചെയ്യും. ഏത് നേതാവ് വന്നാലും സ്വാഗതം ചെയ്യും, ഏത് താഴത്തുള്ള നേതൃത്വം സ്വാഗതം ചെയ്യും, മുന്നണിയുടെ സ്ഥാനത്ത് സ്വാഗതം ചെയ്യും. ഞാനൊരു കാര്യം അക്കാര്യത്തെക്കുറിച്ച് പറയാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ടെയല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ബഹുമാന്യനായ നേതാവാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് DCCയുടെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല പിന്തുണ നൽകിയ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കോൺഗ്രസ്സുകാരൻ പോസ്റ്റ് ഒട്ടിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് ആയിരിക്കില്ല. ഒരു കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ വിശ്വസിക്കുന്ന ഈ പാർട്ടിയിൽ അംഗമായ ഒരുത്തൻ മുല്ലപ്പള്ളി പോലത്തെ ഒരു വലിയ മനുഷ്യൻ്റെ പോസ്റ്റ് ഒട്ടിക്കൽ ഞാൻ കരുതുന്നില്ല. ഇന്നതാണ് ഞങ്ങൾ നിയോജകമണ്ഡലം ചുമർ കൊടുക്കുന്നു, ബ്ലോക്കിന് കൊടുക്കുന്നു, മണ്ഡലങ്ങളിൽ കൊടുക്കുന്നു, ബൂത്തുകളിൽ കൊടുക്കുന്നു. മൈക്രോ ലെവലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുതിർന്ന നേതാവിനെ ചുമതലപ്പെടുത്തും. ഇനി അങ്ങോട്ട് KPC പ്രസിഡന്റ് ക്യാമ്പിൽ പ്രഖ്യാപിച്ചതുപോലെ വിശ്രമരഹിത നിമിഷങ്ങളാണ് കോഴിക്കോട്ടെ കോൺഗ്രസിന്. അതിൽ ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞ് പോസ്റ്റിട്ടിട്ടുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയിലെ വിജയത്തിന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാന്യനായ AC ജനറൽ സെക്രട്ടറിയുടെ അഭിനന്ദന വാക്കുകൾ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിന് വലിയ പ്രചോദനമാവും. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ആര് സ്ഥാനാർത്ഥിയെ വന്നാലും സർവാത്മന സ്വാഗതം ചെയ്യും. ആര് സ്ഥാനാർത്ഥിയെ വന്നാലും പാർട്ടി നേതൃത്വവും UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ വിജയിപ്പിക്കും. സ്ഥാനാർത്ഥിയുടെ മുഖമോ വലുപ്പമോ നോക്കിയല്ല കോൺഗ്രസ് രംഗത്തിറങ്ങാൻ പോകുന്നത്. ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില സ്ഥാനാർത്ഥിയുടെ അപശബ്ദമൊക്കെ ഉണ്ടാവും. ഞാൻ ഉറപ്പ് തരുന്നു, ഇത്തവണ ഒരു അപശബ്ദം കോഴിക്കോട്ട് ഒരു കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് ഉണ്ടാവില്ല. പ്രതിഷേധം ഉണ്ടായിരുന്നു. അതെ, ഞാനൊരു കാര്യം ഉറപ്പ് തരുന്നു, ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്നും ഒരു അപശബ്ദം ഉണ്ടാവില്ല.